ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ശ്ലീഹാകാലം 5-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ശ്ലൈഹിക ശിക്ഷണം നൽകുന്ന, പരിശീലനം നൽകുന്ന ഭാഗമാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 13 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ കാണുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കർത്താവ് നൽകുന്ന സതുപദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രമേയം. 13-ാം വാക്യത്തിൽ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ സഹോദരനോട് കൽപ്പിക്കണമേ. നിയമാവർത്തന പുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. സ്വത്ത് വിഭജനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആധികാരികമായിട്ട് അതിന് പരിഹാരം കാണാൻ സാധിക്കുന്ന റബ്ബിമാരെയോ ഗുരുക്കന്മാരെയൊക്കെ സമീപിക്കുക. അപ്പോൾ ഈശോയെ അങ്ങനെ ഒരു അംഗീകരിക്കപ്പെട്ട റബ്ബിയായിട്ട് കരുതുന്നതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഗുരു എന്ന് വിളിച്ച് റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. എൻ്റെ സഹോദരനോട് കൽപ്പിക്കുക, ഞാനുമായി പിതൃസ്വത്ത് പങ്കുവയ്ക്കുവാൻ. വാസ്തവത്തിൽ യഹൂദന്മാർക്ക് പിതൃസ്വത്ത് പങ്കുവയ്ക്കുന്നതിനുള്ള നിയമങ്ങളുണ്ട്. മൂത്ത സഹോദരൻ 3/2, ഇളയ സഹോദരൻ്റെ ബാക്കി ഭാഗം. ഇതിലേത് സഹോദരനാണ് വന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കം, അത് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. ആ സ്വത്ത് തർക്കത്തിന് വേണ്ടി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വലിയ അക്രമങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് ഈ മനുഷ്യൻ വരുമ്പോൾ കർത്താവ് അവനെ തിരുത്തുന്ന ഭാഗമാണ്. ഈശോ അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, പേര് പോലും വിളിക്കുന്നില്ല. കാരണം കർത്താവ് വളരെ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി കർത്താവിനോട് സംസാരിക്കുകയാണ്. ഹേ മനുഷ്യ, എന്നെ നിങ്ങളെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നതിനായി ആര് നിയമിച്ചു? അപ്പോൾ ഈശോ ലോകത്തിലേക്ക് വന്നത് ഭൗതിക കാര്യങ്ങളുടെ ടെമ്പറൽ ഗുഡ്സ്, അതിനുവേണ്ടി മാത്രം അത് നോക്കി നടത്തുവാൻ വേണ്ടി വന്നയാളല്ല. കർത്താവ് ലോകത്തിലേക്ക് വന്നത് ദൈവീക കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായി ഭൗതിക കാര്യങ്ങൾ, ഭൗതിക ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനെ ഇങ്ങനെ ഒരു സ്വത്ത് വിഭജനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്ന ആളായി മാത്രം, അതായത് കർത്താവിൻ്റെ പ്രബോധനങ്ങൾ ശ്രവിക്കാതെ കർത്താവിൽ നിന്നും ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഭൗതികമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. അതിലുപരിയായി ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വരേണ്ടത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. 15-ാമത്തെ വാക്യം ലൂക്കാ 12:15, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ. മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്, ആശകളുണ്ട്, പക്ഷേ അത്യാഗ്രഹങ്ങൾ പാടില്ല. അത്യാഗ്രഹങ്ങൾ നകന്നിരിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങൾ, സമ്പത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹം, ഭൗതിക അല്ലെങ്കിൽ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹം, അങ്ങനെയുള്ള അത്യാഗ്രഹങ്ങളിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കണം. മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. ജീവിതത്തിൻ്റെ ധന്യത ഭൗതിക സമ്പത്തിലോ ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറത്താണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. എന്നാണ് കർത്താവ് പറയുന്ന ഈ പോഷനായ ധനികൻ്റെ ഉപമ. അവിടെ ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അപ്പോൾ കൃഷിസ്ഥലം വിളവ് നൽകുന്ന ധനികൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടല്ല, ആ വർഷത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് ഒക്കെ നല്ല വിളവ്, വാസ്തവത്തിൽ ദൈവം കൊടുത്ത ഒരു വിളവാണ്, നൽകിയതാണ്. പക്ഷേ അയാൾ പറയുന്നത് എന്താണ്? ഇത്രയും വിളവ് ലഭിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്യും? തുടർന്ന് കർത്താവ് പറയുന്ന വാക്കുകൾ ആ മനുഷ്യനെ ഉദ്ധരിക്കുകയാണ്. ഞാൻ ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലിയ പണിയും അതിലെൻ്റെ ധാന്യവും വിഭവം സമാഹരിക്കും. അങ്ങനെ ഞാൻ എൻ്റേത് എന്ന വാക്കുകൾ 8 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എൻ്റെ അവസാനം പറയുകയാണ്, അവസാനം എൻ്റെ ആത്മാവിനോട് ഞാൻ പറയും, എൻ്റെ ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. 20-ാം വാക്യം, വിശ്രമിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. വെറും ഭൗതികനായ ഒരു മനുഷ്യൻ്റെ പ്രത്യയശാസ്ത്രമാണ് ഇവിടെ കാണുന്നത്. വാസ്തവത്തിൽ ആ മനുഷ്യൻ പറയേണ്ടിയിരുന്നത് എന്തായിരുന്നു? വിളവ് ലഭിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകം 26:2 ആദ്യ ഫലം ദൈവത്തിന് നൽകുന്നു, ദേവാലയത്തിന് നൽകുന്നു, അല്ലെ 10-1 കൊടുക്കുന്നു. സമൃദ്ധമായ വിളവ് ലഭിച്ചതല്ലേ, ഈ നാട്ടിലുള്ള പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കും എന്ന് ചിന്തിക്കുന്നില്ല. വലിയ കളപ്പുരകൾ പണിത്
അതിൻ്റെ അകത്ത് വിഭവങ്ങൾ ശേഖരിച്ച് സുഖമായി ജീവിക്കുക. എന്നിട്ട് പറയുന്നൊരു വാക്കുകൂടെയുണ്ട്, വിശ്രമിക്കുക, തിന്ന് കുടിച്ച് ആനന്ദിക്കുക. അത് എപ്പിക്കൂറിയസിൻ്റെ സിദ്ധാന്തമാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ എന്നൊന്നുമില്ല, ഇന്ന് ജീവിക്കുക, ഇന്നത്തെ കാര്യങ്ങളിൽ, ഇന്ന് ഭൗതിക സന്തോഷങ്ങളിൽ, സമൃദ്ധിയിൽ മുഴുകി ജീവിക്കുക. അതായത് സെഡൻറ്ററി ലൈഫ് എന്ന് പറയും. വിശ്രമിക്കുക, തിന്നുക, കുടിക്കുക. അങ്ങനെയുള്ളവരുടെ ജീവിതം എന്താണ്? അങ്ങനെയുള്ളവർ അകാല മൃത്യുവിലേക്കാണ് ചെന്നെത്തുന്നത്. ഇന്നത്തെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഒബീസിറ്റി എന്ന് പറയും, അമിതവണ്ണം. മനുഷ്യൻ ഒരുപാട് ആഹാരങ്ങൾ വലിച്ചു വാരി തിന്നുന്നു, അവൻ വ്യായാമം ചെയ്യുന്നില്ല, അവന് സെഡൻറ്ററി ലൈഫ്, ഇരുന്നു കൊണ്ടുള്ള, ചാരിക്കിടക്കുന്നു, ഉറങ്ങുന്നു, അതുകൊണ്ട് അവൻ ജോലി ചെയ്യുന്നില്ല. അങ്ങനെ വിഭവങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ഒന്നുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അതല്ല, അതിന് മറുപടി ഇതാണ്. എന്നാൽ ഈ രാത്രി ദൈവം അവനോട് പറഞ്ഞു. അപ്പോൾ ഈ തിന്നു കുടിച്ച് ആനന്ദിച്ച് ജീവിക്കുക എന്നുള്ള ആ വളരെ ജഡികമായ ഭൗതികമായ ഒരു ജീവിത ലക്ഷ്യമല്ല മനുഷ്യന് വേണ്ടത്. കാരണം എന്താണ്? അങ്ങനെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? കർത്താവ് പറയുകയാണ്, ഭോഷൻ എന്ന് വിളിക്കുന്ന ദൈവമില്ലാത്ത മനുഷ്യരെ സങ്കീർത്തനം 14:1 മൂഢൻ പറഞ്ഞു ദൈവമില്ല. അങ്ങനെ മൂഢൻ, ഭോഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മാറ്റി നിർത്തി ജീവിക്കുന്നവനാണ്. ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാകും? വലിയൊരു ചോദ്യമാണ്. ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, ആ ഒറ്റ വാക്കാണല്ലോ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിന് മാനസാന്തരമുണ്ടാക്കിയത്. അപ്പോൾ ഈ ലോകം മുഴുവനും നേടിയാലും എന്ത് ലഭിച്ചാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ, നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ നിനക്ക് ഇതൊക്കെ ആരുടേതാകും? അവരുടെ സമ്പത്ത് അവർ അന്യർക്കായി കൈവിടും എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ജീവിതം എന്തായിരുന്നു? ഒരുതരം വിഗ്രഹാരാധനയാണ്. കൊളോസസ് ലേഖനത്തിൽ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദ്രവ്യാസക്തി ഒരു വിഗ്രഹാരാധനയാണ്. അങ്ങനെ സമ്പൽ സമൃദ്ധി, ഭൗതിക സമൃദ്ധിക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്. ധനവാനായ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ധനികൻ ചെയ്യേണ്ടത് അവൻ 1 തിമോത്തിയോസ് 6-ാം അധ്യായം 17 മുതലുള്ള വാക്യത്തിൽ പറയുന്ന ഉപദേശമുണ്ട്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധിത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിന് സമർപ്പിക്കുവാനും നീ ഉദ്ബോധിപ്പിക്കുക. അവൻ നന്മ ചെയ്യണം, സൽപ്രവൃത്തികൾ സമ്പന്നരും വിശാലമനസ്കരും ഉദാരമതികളും ആയിത്തീരണം. അപ്പോൾ സമ്പത്ത് എന്തിനു വേണ്ടിയാണ്? ഉദാരമനസ്കരാകുവാൻ വേണ്ടി, കൊടുക്കുവാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ്. അങ്ങനെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം മഹാത്മാഗാന്ധി അവതരിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. JRD ടാറ്റ, രത്തൻ ടാറ്റ ഒക്കെ ആ ഒരു സിദ്ധാന്തത്തിൽ ജീവിക്കുന്നവരായിരുന്നു. തങ്ങൾക്ക് ഉണ്ടാകുന്ന ലാഭം, വരുമാനം, അതെല്ലാം ആർക്ക് വേണ്ടിയാണ്? അതിൻ്റെ എല്ലാം കാര്യസ്ഥന്മാരാണ് ഞങ്ങൾ. അത് നമ്മളുടെ ആവശ്യത്തിന് കഴിഞ്ഞ് ബാക്കിയെല്ലാം വിതരണം ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ സമ്പത്ത്, നമ്മൾ കൊട്ടുവെച്ചിരിക്കുന്ന സമ്പത്ത് ആരുടേതാണ്? സഭാപിതാവ് വിശുദ്ധ ബേസിൽ പറയുന്നു, നീ ഉപയോഗിക്കാതെ കൂട്ടുവെച്ചിരിക്കുന്ന നിൻ്റെ ചെരുപ്പുകൾ, നിൻ്റെ അലമാരിയിലുള്ള വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അത് ആരുടേതാണ്? അത് ദരിദ്രൻ്റേതാണ്, ആവശ്യക്കാരൻ്റേതാണ്. പലപ്പോഴും നമ്മളുടെയൊക്കെ അലമാരികൾ നിറഞ്ഞിരിക്കുന്നു, വീടുകളിൽ ഒരുപാട് സാധനങ്ങൾ വാരിക്കൊട്ടി വെച്ചിരിക്കുന്നു. ഇതെല്ലാം അത് അനുഭവിക്കാൻ പോലും സാധിക്കുന്നില്ല പലർക്കും. വീട് പൂട്ടിയിട്ടിരിക്കുന്നു, പകുതി ഭാഗത്താരും താമസിക്കുന്നില്ല. അപ്പോൾ പാവങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ, അതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പഠിപ്പിക്കുന്നത്, ഈ മനുഷ്യൻ പറയണമായിരുന്നു, എനിക്ക് കിട്ടിയ സമ്പത്ത് ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമെന്ന് പറയണമായിരുന്നു. അങ്ങനെ സ്വാർത്ഥതയിൽ ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, ദൈവമാണ് സമ്പത്തെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ, എൻ്റെ ഓഹരി കർത്താവാണ്. സങ്കീർത്തകൻ 16, എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്നതും കർത്താവാണ്. ആ ഒരു ചിന്ത ഇല്ലാതെ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിപാലനത്തിന് മറുതലിച്ച് ജീവിക്കുമ്പോൾ അവൻ ചെന്നെത്തുന്നത് ഇതുപോലെയുള്ള മരണത്തിലേക്ക്, നാശത്തിലേക്കാണ്. ഇന്നത്തെ 1-ാമത്തെ വായന, നിയമാവർത്തന പുസ്തകം 33 മുതൽ 46 വരെ ദൈവം വഴികാട്ടി അവരെ മുന്നോട്ട് നയിച്ചെങ്കിലും ദൈവം പറയുകയാണ്, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും ഈ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്ഥലത്തേക്ക് പോവുകയില്ല, ആ ഭൂമി കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലേബ് 36-ാം വാക്യം മാത്രം അത് കാണും. പിന്നെയോ അടുത്തതിന് ശേഷം നൂനിൻ്റെ മകനും അവൻ്റെ സഹായിയുമായ ജോഷുവായും കാണും. നീയും പ്രവേശിക്കില്ലെന്നാണ് മോശയോട് പറയുന്നത്. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
വാസ്തവത്തിൽ 11 ദിവസത്തെ യാത്രയേ ഉള്ളൂ കാനാൻ ദേശത്തേക്ക് എത്തുവാൻ. പക്ഷേ എന്തുകൊണ്ടാണ് അത്രയും കാലം താമസിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? 46-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെവിക്കൊള്ളുകയോ നിങ്ങൾ ചെയ്തില്ല. അതാണ് നിങ്ങൾ കാദേശിൽ ഇത്രകാലം താമസിക്കേണ്ടി വന്നത്. എന്നിട്ട് ഈ തിരുവചന ഭാഗം പ്രത്യേകം പറയുന്നുണ്ട്, സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവരാരുമല്ല പ്രവേശിക്കുവാൻ പോകുന്നത്. 39-ാം വാക്യം, നിയമാവർത്തന പുസ്തകം 1:39. ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മതിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് അത് ഞാൻ നൽകും. 40 വർഷം മരുഭൂമിയിൽ അവർ ചുറ്റിത്തിരിഞ്ഞു. 40 വർഷം എന്ന് പറഞ്ഞാൽ ഒരു തലമുറയുടെ കാലഘട്ടമാണ്. ആ ഒരു തലമുറ മുഴുവൻ നശിച്ച് പുതിയ തലമുറ വരാൻ വേണ്ടി കർത്താവ് അവരെ ആ മരുഭൂമിയിലൂടെ ചുറ്റിക്കറക്കുകയാണ്. കർത്താവ് പോകരുതെന്ന വഴിയിലേക്ക്, നിങ്ങൾ മലമ്പ്രദേശത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി. അങ്ങനെ അമോര്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. അവിടെ ചെന്ന് അഹങ്കാരത്തോടെ നിങ്ങൾ പോയി. പക്ഷേ നിങ്ങൾക്കെതിരെ തേനീച്ചക്കൂട്ടം പോലെ അവർ നിങ്ങളെ ഓടിച്ചു. നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ചു. കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ സ്വന്തം ആയുധശക്തിയിൽ, മസിൽ പവറിൽ, അതിൽ അഭിമാനം കൊണ്ട് പോയ മനുഷ്യർ പരാജയപ്പെടുന്ന ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇന്നത്തെ 2ാമത്തെ വായനയിൽ ഏശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ഇത് തന്നെയാണ്. വിശ്വസ്ത നഗരമായിരിക്കേണ്ടതാണ്. പക്ഷേ വിശ്വസ്ത നഗരം അവിശ്വസ്തയായി, വിശ്വസ്ത നഗരം വേശ്യയായി തീർന്ന് എങ്ങനെയെന്ന് ചോദിക്കുക. നിങ്ങൾ അവളിൽ കൊലപാതകികളാണ് വസിക്കുന്നത്, ദുഷ്ടത പ്രവർത്തിക്കും. നിങ്ങളുടെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു. ആ വെള്ളിയുടെ മുഴുവൻ മൂല്യവും നഷ്ടപ്പെട്ടു പോയി. കാരണം നിങ്ങളുടെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്. നിങ്ങളുടെ വീഞ്ഞ് വെള്ളം കലർന്നു പോയിരിക്കുന്നു. സമ്മാനത്തിൻ്റെ കോഴയുടെ പിന്നാലെ പരക്കം പായുന്നു. അനാഥരുടെ പക്ഷത്ത് ചേരുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് എൻ്റെ ക്രോധം നിങ്ങൾക്കെതിരെ ഉയരും. എന്നാൽ കർത്താവ് അവരെ ശുദ്ധീകരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ചൂളയിൽ എന്നപോലെ ഉരുക്കി നിന്നെ ശുദ്ധീകരിക്കും, നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. അപ്പോൾ നിങ്ങൾ അഭിമാനിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ഉദ്യാനങ്ങൾ, കരുവേല മരങ്ങൾ അതെല്ലാം നഷ്ടപ്പെടും. വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയാകും നിങ്ങളുടെ ആ ഉദ്യാനങ്ങൾ. ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവൃത്തി തീപ്പിരി പോലെയും ആയിത്തീരും. രണ്ടും നശിക്കും. 31-ാം വാക്യം. അങ്ങനെ ദൈവത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ മറുതലിച്ച് ജീവിച്ചാൽ അത് വാസ്തവത്തിൽ നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്ന ഈ ഭോഷനായ ധനികനെ പോലെ ആകാതെ എന്ത് ചെയ്യണം? ദൈവപരിപാലനത്തിൽ ആശ്രയിക്കണം. തുടർന്നുള്ള വാക്യം കർത്താവ് പറയുന്നു, നിങ്ങളുടെ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. ഒരു വാക്ക് കർത്താവ് 4 പ്രാവശ്യം ആവർത്തിക്കും, നിങ്ങൾ ആകുലരാകരുത്. ആകുലത കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൽ ഒരു മുഴം കൂടി നിങ്ങൾ കൂട്ടുവാൻ കഴിയുമോ? വയലിലെ ലില്ലികൾ എങ്ങനെയായിരിക്കും നോക്കുവിൻ. അവ നൂൽ നിൽക്കുന്നില്ല, വസ്ത്രം നെയ്യുന്നില്ല. എങ്കിലും സോളമൻ പോലും അതിൻ്റെ സർവ്വമഹത്വത്തിലും അതിലൊന്നുപോലെ അലങ്കൃതനായിരുന്നില്ല. അങ്ങനെ ദൈവം ഇങ്ങനെ ഈ വയലിൽ ലില്ലിയെപ്പോലും അലങ്കരിക്കുന്നെങ്കിൽ, പക്ഷികളെ തീറ്റിപ്പോറ്റുന്നെങ്കിൽ നിങ്ങൾ എത്രമാത്രം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇതെല്ലാം ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് പിതാവിനറിയാം. 31-ാം വാക്യം, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. 32-ാം വാക്യം, ചെറിയ അജഗണമേ. കർത്താവിൻ്റെ ജനമാണ് നമ്മൾ. 100-ാം സങ്കീർത്തനം പറയും, കർത്താവിൻ്റെ ജനം, കർത്താവിൻ്റെ മേച്ചിസ്ഥലത്തെ അജഗണം ആനാദ് മറിയൂസ എന്നാണ് നമ്മുടെ കുർബാന പുസ്തകത്തിലെല്ലാം ടെക്സ്റ്റിലെല്ലാം പറയുന്നത്. ദൈവത്തിൻ്റെ അജഗണമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. സങ്കീർത്തനത്തിൽ സങ്കീർത്തനം 80:1, സങ്കീർത്തനം 103, ഏശയ്യായുടെ പുസ്തകം 40:11, ജെറമ്യ 23, അതുപോലെ തന്നെ എസെക്കിയേൽ 34 ഈ ദൈവത്തിൻ്റെ അജഗണമാണ്. ദൈവം നയിക്കുന്ന കുഞ്ഞാടുകളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കുവിൻ. 33-ാം വാക്യം, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. നിൻ്റെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയാണ് നിൻ്റെ ഹൃദയം. അപ്പോൾ ദൈവത്തിൽ നമ്മുടെ നിക്ഷേപമായിരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവാണ് എൻ്റെ ഓഹരി. അതുകൊണ്ട് സ്വന്തം സമ്പത്തിൽ, സ്വന്തം കഴിവുകളിൽ
ഒക്കെ അല്ല അത്യാഗ്രഹങ്ങളിൽ ഒക്കെ അഭിരമിച്ച് ജീവിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. അങ്ങനെ കർത്താവ് നൽകുന്ന ഈ മുന്നറിയിപ്പ് സഭയിലേക്ക് തുടരുന്ന ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. ഇന്നത്തെ ലേഖനത്തിൽ 1 കൊരിന്തോസ് 14 അധ്യായത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം സ്നേഹമായിരിക്കട്ടെ. ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി നിങ്ങൾ ദാഹിക്കുവിൻ, തീഷ്ണതയോടെ ആഗ്രഹിക്കുകയും. ഭാഷാപരമുണ്ട്, ആ ഭാഷാപരം അതിലൂടെ അവ്യക്തമായ സ്വരങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ശുശ്രൂഷയാണ് പ്രവചനപരം. 2-3 പ്രാവശ്യം കർത്താവിൻ്റെ ഈ വചനം എടുത്തു പറയുന്നുണ്ട്. പ്രവചിക്കുന്നവൻ അവൻ എന്ത് ചെയ്യുന്നു? അവൻ സഭയുടെ ഉത്കർഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് 3 പ്രാവശ്യം ആവർത്തിക്കുന്നത്. പ്രവചിക്കുന്നവൻ, ആ പ്രവചന ശുശ്രൂഷ ആദിമസഭയിലുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീഹന്മാരും പ്രവാചകന്മാരും എന്നാണ് അതിൻ്റെ ക്രമം. അങ്ങനെയാണ്. പുരാതന അനാഫ്രയായ അദായിമാറിയുടെ സ്ത്രീഹന്മാരുടെ അനാഫ്രയിലെ 4-ാം ഗഹന്തയിൽ ആ ക്രമത്തിലാണ് പറയുന്നത്, സ്ത്രീഹന്മാരും പ്രവാചകന്മാരും. ആ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ആദ്യ സഭയിലുണ്ടായിരുന്നൊരു ശുശ്രൂഷയായിരുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കുക, അത് തെറ്റുകൂടാതെ വ്യാഖ്യാനിക്കുക, സമൂഹത്തെ തിരുത്തുക, പ്രബോധനം നൽകുക, അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ പ്രവചന ശുശ്രൂഷ അത് നിലച്ചു പോവുകയാണ്. കാരണം ബൈബിൾ കാനൻ ഉണ്ടായതിനു ശേഷം, വിശ്വാസ പ്രമാണമൊക്കെ ഉണ്ടായതിനു ശേഷം ആ ഒരു ശുശ്രൂഷ, ആ പ്രവചന ശുശ്രൂഷ എന്ന രീതി തുടരാതെ മറ്റു തരത്തിൽ സഭയുടെ ശ്ലൈഹിക ശുശ്രൂഷയോട് ചേർന്ന് അവിടെ തന്നെ സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തോട് ചേർന്നെല്ലാം ഉണ്ട്. അപ്പോൾ സഭയിലും ഇതുപോലെയുള്ള പ്രവചന ശുശ്രൂഷ, സഭയിൽ കുറവുകൾ കാണുമ്പോൾ, തെറ്റുകൾ കാണുമ്പോൾ ഈശോ തിരുത്തിയതുപോലെ യഥാർത്ഥ സത്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ തിരുത്തൽ നൽകുക, അത് യഥാർത്ഥ മൂല്യങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. അതുകൊണ്ട് പ്രവചന വരം എന്നുള്ള ആ വരം എന്ന സഭയിൽ വളരെയേറെ ആവശ്യമാണ്. ആ പ്രവചന വരം ദൈവം നൽകുന്ന വെളിപാട് അനുസരിച്ച്, സഭയുടെ പ്രബോധനമനുസരിച്ച്, സഭയുടെ പാരമ്പര്യങ്ങളനുസരിച്ച് സഭയുടെ ജീവിതത്തെ നോക്കിക്കാണുകയും അതിനെ വിലയിരുത്തുകയും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യുന്ന വലിയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് സഭയുടെ ഉത്കർഷത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളെല്ലാം ഉപയോഗിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കണം എന്നുള്ള വലിയ സന്ദേശം ഇന്നത്തെ തിരുവചനങ്ങൾ നമുക്ക് നൽകുകയാണ്. എല്ലാവിധത്തിലുള്ള അത്യാഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം ഓടിയകന്ന് കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പാനപാത്രം, എൻ്റെ ഭാഗധേയം എന്ന സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.